അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഇവിടെ വന്ന് മുട്ടുകുത്തുന്ന സമയത്ത് ഞാൻ കാണുകയാണ് മാതാവ് ഞങ്ങളുടെ മുറ്റത്ത് കൂടി നടക്കുന്നതായിട്ട്. എനിക്ക് ഒത്തിരി സങ്കടമായി. മാതാവ് ഒരു യോഗ്യതയില്ലെങ്കിൽ പോലും എൻ്റെ മുറ്റത്തുകൂടി മാതാവ് കടന്നു പോകുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ഭർത്താവിനോട് എന്നിട്ട് പറഞ്ഞ്, നമ്മുടെ കാര്യത്തിൽ മാതാവ് ഇടപെടുന്നുണ്ട്, ഇനി മനുഷ്യരോടൊന്നും പറയേണ്ട കാര്യമില്ല, അമ്മ പോയി ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങളുടെ കയ്യിൽ ആധാരം എഴുതിച്ച് കിട്ടി. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോഴും മാതാവിനോട് പറയും, എല്ലാ കുരുക്കളും അഴിക്കാൻ അമ്മ മുമ്പേ പോയിട്ട് അമ്മ ആ കുരുക്കൊക്കെ അഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ നല്ല മാറ്റങ്ങളാക്കി തരണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശ്വാസമാണ്, നല്ല വിശ്വാസമാണ്. ഭർത്താവ് ആദ്യം പറയുമായിരുന്നു എഴുതിക്കാൻ പറ്റത്തില്ല, നമ്മൾ വാടകയ്ക്ക് കിടക്കുന്ന പോലെ കിടക്കുന്ന അവസ്ഥയാണ്. ഞങ്ങളെല്ലാവരും പറയും വാടകയ്ക്ക് കിടക്കുന്ന പോലെ കിടക്കാനേ പറ്റത്തുള്ളൂ, നിങ്ങൾക്കിത് എഴുതിച്ച് കിട്ടത്തില്ല, എന്തിനാണ് ഇങ്ങനെ കിടക്കുന്നത്, വേറെ എവിടെയെങ്കിലും പോയി അങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഒത്തിരി വിഷമമായിരുന്നു നമുക്ക്. 2 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്താണ് അമ്മ ഇങ്ങനെ ഞങ്ങളുടെ വാതിക്കൽ കൂടി നടക്കുന്നത് കാണുകയും സ്ഥലം എഴുതിച്ച് കൈ തരികയും ചെയ്തു. ഒരുപാട് നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരൻ കൂടാനുകൂടി നന്ദി പറയുന്നു.